അരുണാലത്തൂരാണ് വിവരങ്ങളുമായി ചേർന്നത്. മുതിർന്ന IAS ഉദ്യോഗസ്ഥനും കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ B. അശോകനെതിരെ പ്രതികാര നടപടിയുമായി സംസ്ഥാന സർക്കാർ. യുവജന സൈനിക ക്ഷേമ വകുപ്പുകളിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി സ്ഥലം മാറ്റം. സർവീസ് ചട്ടങ്ങൾ ലംഘിച്ച് മുൻപ് 3 തവണ സ്ഥലം മാറ്റിയത് കാട്ടി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് അശോക് കുമാർ പരാതി നൽകിയിരുന്നു. സർക്കാരിനെതിരെ നിയമ പോരാട്ടം നടത്തിയ മുതിർന്ന IAS ഉദ്യോഗസ്ഥനെതിരെയാണ് പ്രതികാര നടപടി ഉണ്ടായിരിക്കുന്നത്. മുതിർന്ന IAS ഉദ്യോഗസ്ഥനും കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ B. അശോക് കുമാറിനോടാണ് സർക്കാരിന്റെ പകപോക്കൽ മനോഭാവം തുടരുന്നത്. നിലവിൽ കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ചുമതല വഹിക്കുന്ന അശോക് കുമാറിനെ യുവജന സൈനിക ക്ഷേമ വകുപ്പുകളിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. സർവീസ് ചട്ടങ്ങൾ ലംഘിച്ച് 3 തവണ സംസ്ഥാന സർക്കാർ സ്ഥലം മാറ്റിയെന്ന് കാട്ടി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് പരാതി നൽകിയിരുന്നു. അതിൽ അനുകൂല വിധി ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അശോക് കുമാറിനെ ഒതുക്കുവാനുള്ള ലക്ഷ്യമിട്ട് സർക്കാരിന്റെ പുതിയ നടപടി ഉണ്ടായിരിക്കുന്നത്. അപ്രധാന വകുപ്പുകളിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം തദ്ദേശ ഭരണ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായും പിന്നീട് ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ചെയർമാനായും കൂടാതെ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായും അശോക് കുമാറിനെ 3 തവണ സ്ഥലം മാറ്റിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രൈബ്യൂണലിൽ പരാതി നൽകുകയും സ്റ്റേ ലഭിക്കുകയും ചെയ്തത്. അതിനുശേഷം കൃഷിവകുപ്പിൽ തുടരുന്നതിനിടയിലാണ് പുതിയ സ്ഥലം മാറ്റം ഉണ്ടായത്. ജനം, തിരുവനന്തപുരം.